ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭവുമായി വീണ്ടും കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് സ്റ്റാലിനും DMKയും ഒക്കെ. ഹിന്ദി തിരയാതെ പോടാ എന്നുള്ള ഹാഷ്ടാഗുമായി DMK പ്രവർത്തകരും വലിയ രീതിയിൽ പ്രചരണമൊക്കെ നടന്നിരുന്നു. കാരണം തമിഴ്നാട്ടിലെ വിദ്യാലയങ്ങളിൽ 3 ഭാഷകൾ പഠിക്കാൻ ഉള്ള ഒരു സംവിധാനത്തിലേക്ക് കേന്ദ്രം നീങ്ങിയതോടുകൂടിയാണ് ഹിന്ദി വിരുദ്ധത. കാരണം ഹിന്ദി വിരുദ്ധതയിൽ കെട്ടി ഉയർത്തിയ ഒരു പാർട്ടി തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കിയാണ് DMK. ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത, തമിഴ്നാട്ടിൽ ഇനി മുതൽ കാലാവസ്ഥാ അറിയിപ്പ് ഹിന്ദിയിലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇതുവരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇംഗ്ലീഷിലും, അതായത് പ്രാദേശിക ഭാഷകളിലുമായിരുന്നു. തമിഴ്നാട്ടിൽ തമിഴിലും ഇംഗ്ലീഷിലുമായിരുന്നു. ഇനി മുതൽ അത് ഹിന്ദിയിൽ കൂടി കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇനി ഇംഗ്ലീഷും ഹിന്ദിയും പിന്നെ അതാത് പ്രദേശത്തെ ഭാഷയുമായിരിക്കും കാലാവസ്ഥാ മുന്നറിയിപ്പായി നൽകുക. ഓൾ ഇന്ത്യ റേഡിയോ വഴി പ്രക്ഷേപണം ചെയ്യുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകളിലെല്ലാം ഈ 3 ഭാഷകളും ഉണ്ടാകും. ഇത് തന്നെയാണ് കേന്ദ്രം മുൻപോട്ട് വെച്ചിരുന്നത്. 3 ഭാഷകളുണ്ട്. അത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു പാഠ്യ പദ്ധതിയായിരുന്നു, ഒരു പുതിയ സ്കീമായിരുന്നു കൊണ്ടുവന്നത്. അതിനെതിരെയാണ് DMK പ്രക്ഷോഭവുമായി രംഗത്ത് വന്നത്. ഇതിനിടയിൽ ഈ DMKയുടെയും കുട്ടികളും മറ്റുമൊക്കെ പഠിച്ചിരുന്നതും പഠിക്കുന്നതുമൊക്കെ സെൻട്രൽ സിലബസിലുള്ള സ്കൂളുകളാണ്. അവിടെ ഹിന്ദിയുണ്ട്. വിജയുടെ തന്നെ സ്കൂളിൽ ഹിന്ദി ഒരു വിഷയമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉന്നതരുടെ മക്കളൊക്കെ, ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ മക്കളൊക്കെ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിക്കുകയും അവർ നല്ല നിലയിൽ ജോലി തേടി പോവുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ഹിന്ദി പഠിക്കേണ്ട, തമിഴ് പഠിച്ചാൽ മതി എന്ന DMKയുടെ ഈ വാദത്തിനെതിരെ അണ്ണാമല ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ BJP അവരുടെ നിലപാട് കുറച്ചുകൂടി കടുപ്പിക്കുന്നു എന്ന് തന്നെ വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം അതിൽ നിന്ന് അവർ മുൻപോട്ട് വെച്ച ആ നിലപാടിൽ നിന്ന് അവർ പിന്നോക്കം പോകുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെ വേണം നാളിതുവരെ ദക്ഷിണേന്ത്യയിൽ ഹിന്ദിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇന്നു മുതൽ ഹിന്ദിയിലും മുന്നറിയിപ്പ് നൽകാൻ ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ റേഡിയോ വഴി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.